CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതികളുടെ ബാങ്ക് അക്കൌണ്ടുകളുടെ കണ്ടുകെട്ടൽ നടപടികൾ ഉടൻ. വീണ ടിയുടെ സ്വന്തം പേരിലും കമ്പനികളുടെ പേരിലുമായി നിക്ഷേപിച്ച 17,22,000 രൂപയാണ് മരവിപ്പിച്ചത്. ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 26 കോടിയും മരവിപ്പിച്ചു. റെയ്ഡിൽ വീണയുടെ വീട്ടിൽ നിന്ന് ഐഫോണിന് പുറമെ പിടിച്ചെടുത്ത ഡയറിയും ED പരിശോധിക്കുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇനി EDയുടെ തുടർ നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? കീർത്തന, CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അടുത്ത നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ED. അതായത് ഈ പ്രതികളുടെ സ്വത്തുക്കൾ, അതോടൊപ്പം തന്നെ അക്കൗണ്ടിലെ പണമൊക്കെ തന്നെ നേരത്തെ ED മരവിപ്പിച്ചിരുന്നു. ഇത് കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് ED കടക്കുമെന്നാണ് സൂചന. പ്രധാനമായും വീണ ടിയുടെ അക്കൗണ്ടിലുള്ള ഈ 17 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 27 കോടി രൂപ, ഈ തുകയൊക്കെ തന്നെ നേരത്തെ മരവിപ്പിച്ചിരുന്നു. ഇത് കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് ED കടക്കാൻ ഒരുങ്ങുകയാണ്. നേരത്തെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED നൽകിയ റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും നേരത്തെ ഈ വീണയുടെ വീട്ടിലടക്കം ED വിശദമായ റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ ഐഫോണിന് പുറമെ ഒരു ഡയറിയും ED കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ഡയറി വിശദമായി തന്നെ ED പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള നടപടിയിലേക്ക് ED കടക്കുമെന്നാണ് സൂചന. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ED നടത്തി കഴിഞ്ഞു. സ്വാഭാവികമായും ഇനി മറ്റ് നടപടിക്രമങ്ങൾ പാലിക്കുക എന്നത് മാത്രമായിരിക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയിലേക്കാണ് ED കടക്കാൻ പോകുന്നത്. ശരി, അർജുൻ മട്ടന്നൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.